ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 2026 നമ്മുടെ SSC എക്സാംസുകൾക്ക് സ്ട്രാറ്റജിക്കയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളുമായിരിക്കും ഈ ഒരു സീരീസിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അതായത് ലാസ്റ്റ് ഒരു 3 വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഫാക്റ്റുകളും ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നീട് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്ര ടൈമാണോ ആ ടൈമിൽ പ്രോപ്പർലി ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അറിയാത്ത ഫാക്റ്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എക്സാമിന് മുന്നേ ആ ഫാക്റ്റുകളെല്ലാം ഒന്ന് വായിച്ചിട്ട് എക്സാമിന് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ഒറിജിനൽ നെയിം ഓഫ് ഭരതനാട്യം ബിഫോർ ഇറ്റ് ഇവോൾവ്ഡ് ഇൻ ടു പ്രസന്റ് ഫോം? അതായത് ഭരതനാട്യം ഡാൻസ് ഫോമിന്റെ ഒറിജിനൽ നെയിം എന്താണ്? അതായത് ഇന്ന് കാണുന്ന ഈ ഒരു ഭരതനാട്യത്തിലേക്ക് മാറുന്നതിന് മുന്നേയുള്ള ഒറിജിനൽ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സാതിരാട്ടം അല്ലെങ്കിൽ ദാസിയാട്ടമാണ് കേട്ടോ. ഭരതനാട്യം ഡാൻസ് ഫോമിന്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സാതിരാട്ടം അല്ലെങ്കിൽ ദാസിയാട്ടം എന്നാണ്. ഈ സാതിരാട്ടം അല്ലെങ്കിൽ ദാസിയാട്ടത്തിന് നമ്മുടെ ഭരതനാട്യം എന്ന് പറയുന്ന നെയിം കോയിൻ ചെയ്യുന്നത് ആരാണെന്ന് അറിയണം. അത് കൃഷ്ണ അയ്യറാണ് കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? സാതിരാട്ടം അല്ലെങ്കിൽ ദാസിയാട്ടത്തിന് ഭരതനാട്യം എന്ന് പറയുന്ന നെയിം കോയിൻ ചെയ്യുന്നത് ആരാണെന്ന് അറിയണം. അതാരാണ്? കൃഷ്ണ അയ്യർ ആണെന്ന് അറിയുക. ഇനി ശരിക്കും ഈ ഒരു ഭരതനാട്യം ഡാൻസ് ഫോം എക്സ്പ്രസ് ചെയ്യുന്നത് സ്പിരിച്വൽ ഐഡിയാസ് ഓഫ് കേട്ടോ. ഈ ഒരു ഭരതനാട്യം ഡാൻസ് ഫോം എക്സ്പ്രസ് ചെയ്യുന്നത് സ്പിരിച്വൽ ഐഡിയാസ് ഓഫ് ശൈവിസം ആണ്. ഓക്കെ, ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, നോട്ട് ചെയ്തോളുക. ഭരതനാട്യം ഡാൻസ് ഫോം എക്സ്പ്രസ് സ്പിരിച്വൽ ഐഡിയാസ് ഓഫ് ശൈവിസം. ഈ ഭരതനാട്യം ഡാൻസ് ഫോം ശരിക്കും ഒറിജിൻ ചെയ്യുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടെമ്പിളുകളിലായിരുന്നു കേട്ടോ. ഭരതനാട്യം ഡാൻസ് ഫോം ഒറിജിൻ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ടെമ്പിളുകളിലായിരുന്നു. ഈ സൗത്ത് ഇന്ത്യൻ ടെമ്പിളുകളിൽ ദേവദാസീസ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് പിന്നീട് ദാസിയാട്ടമായിട്ട് മാറുന്നത്. അതാണ് പിന്നീട് ഭരതനാട്യമായിട്ട് മാറുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഡാൻസ് ഫോമില് ഒരു പേഴ്സൺ തന്നെ ഒരുപാട് റോളുകൾ ഒരൊറ്റ പെർഫോമൻസിൽ കാഴ്ചവെക്കുന്നു. ഈ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഏകഹാര്യ എന്ന് പറയുന്നത്. അപ്പൊ ഏകഹാര്യ എന്ന് പറയുന്ന ടെക്നിക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അതായത് ഒറ്റ ഒരാൾ തന്നെ ഒരുപാട് റോളുകൾ ഒരു സിംഗിൾ പെർഫോമൻസിലൂടെ കാഴ്ചവെക്കുന്നു. ആ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് എന്ത്? ഏകഹാര്യ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ ബേസിക്കലി ഓർത്തിരിക്കുക. ഭരതനാട്യം ഡാൻസ് ഫോമിന്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സാതിരാട്ടം അല്ലെങ്കിൽ ദാസിയാട്ടം എന്നാണ്. സാതിരാട്ടം അല്ലെങ്കിൽ ദാസിയാട്ടത്തിന് ഭരതനാട്യം എന്ന് പറയുന്ന നെയിം കോയിൻ ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കൃഷ്ണ അയ്യർ ആണ്. ഈ ഭരതനാട്യം ഡാൻസ് ഫോം ശരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് സ്പിരിച്വൽ ഐഡിയാസ് ഓഫ് ശൈവിസം ആണെന്ന് ഓർക്കുക. സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസുകളിൽ ദേവദാസീസ് പെർഫോം ചെയ്തിരുന്ന ഈ ഡാൻസ് ഫോം, അതായത് ദാസിയാട്ടം അല്ലെങ്കിൽ സാതിരാട്ടമാണ് പിന്നീട് ഭരതനാട്യമായിട്ട് മാറുന്നത്. ഈ ഒരു ഡാൻസ് ഫോമിൽ ഒരൊറ്റ ഒരാൾ തന്നെ ഒരുപാട് റോളുകൾ ഒരു സിംഗിൾ പെർഫോമൻസിലൂടെ കാഴ്ചവെക്കുന്നു. ഈ ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഏകഹാര്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 ഫാക്റ്റുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ആയല്ലോ. കഴിഞ്ഞില്ല, ഇവിടുന്ന് വീണ്ടും ഓർത്തോളുക. നമ്മുടെ ഈ ഭരതനാട്യം ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റൈലുകളാണ് ഏതൊക്കെയെന്നറിയാമോ? വഴവൂർ സ്റ്റൈല്, വഴവൂർ സ്റ്റൈല്, പാണ്ടനല്ലൂർ സ്റ്റൈല്, കലാക്ഷേത്ര സ്റ്റൈല്, മേലാട്ടൂർ സ്റ്റൈല് കേട്ടോ. നമ്മുടെ ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റൈലുകളാണ് വഴവൂർ സ്റ്റൈല്, പാണ്ടനല്ലൂർ സ്റ്റൈല്, കലാക്ഷേത്ര സ്റ്റൈല്, അതുപോലെ തന്നെ മേലാട്ടൂർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത മ്യൂസിക് ആണ് ഏത്? നമ്മുടെ കർണാട്ടിക് മ്യൂസിക് കേട്ടോ. ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത മ്യൂസിക് ഏതാണെന്നും എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? കർണാട്ടിക് മ്യൂസിക്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 100% ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. റീസെന്റ് നമ്മുടെ ഭരതനാട്യത്തിലെ വഴവൂർ സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആള് ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുമെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഭരതനാട്യത്തിലെ വഴവൂർ സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്റെ 91ാമത്തെ വയസ്സിൽ മരണപ്പെടുന്ന ആളാണ് കുമാരി കമല കേട്ടോ. ആരാണ്? കുമാരി കമല. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക,
കുമാരി കമല ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും? ഭരതനാട്യം. ഇനി ഭരതനാട്യത്തിൽ ഏത് സ്റ്റൈലാണെന്ന് വെച്ചാൽ അതും നമുക്കറിയാം, വഴവൂർ സ്റ്റൈല്. എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് ഓർത്തു വെച്ചോ? 91ാമത്തെ വയസ്സിലാണ്. അപ്പോ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, വഴവൂർ സ്റ്റൈല്, പാണ്ഡനല്ലൂർ സ്റ്റൈല്, കലാക്ഷേത്ര സ്റ്റൈല്, മേലാട്ടൂർ സ്റ്റൈല്. ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഭരതനാട്യമായിട്ട് റിലേറ്റ് ചെയ്ത മ്യൂസിക് ആണ് ഏതെന്ന് പറയുന്നത്? കർണാടിക് മ്യൂസിക് എന്ന് പറയുന്നത്. കുമാരി കമല തന്റെ 91ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. കുമാരി കമലയും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യത്തിലെ വഴവൂർ സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോ പോയിന്റ്സും നമ്മുടെ പല SSCയുടെ പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയാണ് ഓരോ ഫാക്ടുകളാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നോക്കുക, ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഏകദേശം ഒരു 15 ഫാക്ടുകളോളം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അത്രയും അങ്ങനെ തന്നെ കാര്യങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫാക്ടുകൾ പറഞ്ഞു കഴിഞ്ഞില്ല. എഗെയിൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? മദർ ഓഫ് മോഡേൺ ഭരതനാട്യം, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രുക്മിണി ദേവി അരുന്തലയാണ്. കേട്ടോ, മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരെയാണ്? രുക്മിണി ദേവി അരുന്തലയാണ് മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ കേരളം ഫോം ചെയ്ത വർഷമായ 1956 രുക്മിണി ദേവി അരുന്തലയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്നുണ്ട്. തൊട്ടടുത്ത വർഷമായ 1957 സംഗീത നാടക അക്കാദമി അവാർഡും ലഭിക്കുന്നു. മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്ന ആളാണ് രുക്മിണി ദേവി അരുന്തലെ. കേരളം ഫോം ചെയ്ത വർഷമായ 1956 പത്മഭൂഷൺ ലഭിക്കുന്നു. തൊട്ടടുത്ത വർഷമായ 1957 സംഗീത നാടക അക്കാദമിയും അവാർഡും ആർക്ക് ലഭിക്കുന്നു? രുക്മിണി ദേവി അരുന്തലയ്ക്ക് ലഭിക്കുന്നു. ഇനി രുക്മിണി ദേവി അരുന്തലയ്ക്ക് പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്നുണ്ട് കേട്ടോ. രുക്മിണി ദേവി അരുന്തലയ്ക്ക് പ്രാണിമിത്ര അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1968 ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വുമൺ മെമ്പർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറും ആര് തന്നെയാണ്? രുക്മിണി ദേവി അരുന്തല തന്നെയാണ്. ആർട്സ് അക്കാദമിയായ കലാക്ഷേത്രയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും രുക്മിണി ദേവി അരുന്തല തന്നെ. ആർട്സ് അക്കാദമി ആയിട്ടുള്ള കലാക്ഷേത്രയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ ആര് തന്നെയാണ്? രുക്മിണി ദേവി അരുന്തല തന്നെയാണ്. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഓർത്തിരിക്കുക. മദർ ഓഫ് മോഡേൺ ഭരതനാട്യം എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രുക്മിണി ദേവി അരുന്തലെ. രുക്മിണി ദേവി അരുന്തലയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1956 നമ്മുടെ കേരളം ഫോം ചെയ്യുന്ന വർഷമായ 1956 പത്മഭൂഷൺ ലഭിച്ചു. തൊട്ടടുത്ത വർഷമായ 1957 സംഗീത നാടക അക്കാദമി അവാർഡും ലഭിക്കുന്നു. ഈ രുക്മിണി ദേവി അരുന്തലയ്ക്ക് പ്രാണിമിത്ര അവാർഡ് ലഭിച്ച വർഷം എന്നാണെന്ന് അറിയണം, അത് 1968 ഫസ്റ്റ് വുമൺ ടു ബി നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വുമൺ മെമ്പർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ ആര് തന്നെയാണ്? രുക്മിണി ദേവി അരുന്തല തന്നെയാണ്. കലാക്ഷേത്ര ആർട്സ് അക്കാദമി ഫൗണ്ട് ചെയ്യുന്നതും ആര് തന്നെ? രുക്മിണി ദേവി അരുന്തല തന്നെ. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഭരതനാട്യം ഡാൻസ് ഫോമിന്റെ ഒറിജിനൽ നെയിം ആണ് എന്തെന്ന് പറയുന്നത്? സാതിരാട്ടം അല്ലെങ്കിൽ ദാസിയാട്ടം എന്ന് പറയുന്നത്. എടാ, ഒരു കാര്യം കൂടി അങ്ങ് ആലോചിച്ചു. അതായത് ഞാൻ പറഞ്ഞു, കുമാരി കമല 91ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? വഴവൂർ സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഭരതനാട്യമായിരുന്നു, മരണപ്പെട്ടു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഓർത്തോളുക, റാംവി സുധർ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സ്കൾപ്ചർ ഡിസൈൻ ചെയ്ത റാംവി സുധർ തന്റെ 100ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റീസെന്റ് മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 100ാമത്തെ വയസ്സിൽ റീസെന്റ് എന്ത് ചെയ്തു? മരണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തിരുന്നോളുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എങ്ങനെയാണ്? Which is the largest and most famous monastery in Sikkim, known for its colorful murals and mask dance? അപ്പോൾ സിക്കിമിലെ ലാർജസ്റ്റ് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മൊണാസ്ട്രി ഏതാണ്? സിക്കിമിലെ ലാർജസ്റ്റ് ആൻഡ് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മൊണാസ്ട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ റംതക് മൊണാസ്ട്രി ആണ്. അപ്പോൾ ഓർത്തോളുക, റംതക് മൊണാസ്ട്രിയും അതുപോലെ ഫൊഡോങ് മൊണാസ്ട്രിയും. കേട്ടോ, റംതക് മൊണാസ്ട്രിയും അതുപോലെ ഫൊഡോങ് മൊണാസ്ട്രിയും ഇത് രണ്ടും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെവിടെയാണ്? സിക്കിമിലാണ്. എടാ, ഞാൻ പറയാവേ, ശ്രദ്ധിച്ചോ.
അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള രണ്ട് മൊണാസ്ട്രികളാണ് റംതക് മൊണാസ്ട്രിയും അതുപോലെ ഫൊഡോങ് മൊണാസ്ട്രിയും. ഇത് രണ്ടും എവിടെയാണ്? സിക്കിമില്. ഇനി ഓപ്ഷനിലുള്ള ബാക്കി മൊണാസ്ട്രീസും എവിടെ തന്നെയാ? സിക്കിമില് തന്നെയാ. എൻഷെ മൊണാസ്ട്രി, പേമ യാങ്സെ മൊണാസ്ട്രി, ടാഷിഡിങ് മൊണാസ്ട്രി, ഇതും എവിടെ തന്നെയാണ്? സിക്കിമിൽ തന്നെ. അപ്പോ ഈ രണ്ട് മൊണാസ്ട്രീസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചോളുക. അതായത് ശരിക്കും റംതക്കും ഫൊഡോങ്ങും എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? സിക്കിമിലെ ലാർജസ്റ്റ് ആൻഡ് ഫേമസ് മൊണാസ്റ്ററി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ റംതക് മൊണാസ്ട്രി ആണ്. ഫൊഡോങ് മൊണാസ്ട്രിയും എവിടെ തന്നെയാണ്? സിക്കിമിൽ തന്നെയാണ്. എൻചെ മൊണാസ്ട്രി, റംതക് മൊണാസ്ട്രി, പേമ യാങ്സെ മൊണാസ്ട്രി, ടാഷിഡിങ് മൊണാസ്ട്രി എവിടെ തന്നെ? സിക്കിമിൽ തന്നെ. അവിടെ അങ്ങനെയാണെങ്കിൽ എഗെയിൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ ബൈലക്കുപ്പെ മൊണാസ്റ്ററി കേട്ടോ, ഏതാണ്? ബൈലക്കുപ്പെ മൊണാസ്റ്ററി. ഈ ബൈലക്കുപ്പെ മൊണാസ്റ്ററിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്റ്ററി കേട്ടോ. ബൈലക്കുപ്പെ മൊണാസ്റ്ററിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്റ്ററി. ഇത് എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. ബൈലക്കുപ്പെ മൊണാസ്ട്രിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്ട്രി. ഇതെവിടെയാണ്? കർണാടക. ഓക്കെ, അപ്പൊ റംതക്, ഫൊഡോങ്, എൻചെ, പേമ യാങ്സെ, ടാഷിഡിങ് എവിടെയാ? സിക്കിമില. ബൈലക്കുപ്പെ മൊണാസ്ട്രി അതിന്റെ മറ്റൊരു പേരാ നംഡ്രോലിംഗ്, എവിടെയാ? കർണാടകയില്. കഴിഞ്ഞില്ല, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ടാബോ മൊണാസ്റ്ററി, കീ മൊണാസ്റ്ററി, കർഡങ് മൊണാസ്റ്ററി കേട്ടോ. ടാബോ മൊണാസ്ട്രി, കീ മൊണാസ്ട്രി, കർഡങ് മൊണാസ്ട്രി എവിടെയാണ്? ഹിമാചൽ പ്രദേശില്. ബൈലക്കുപ്പെ മൊണാസ്ട്രിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്ട്രി. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. റംതക് മൊണാസ്ട്രിയും ഫൊഡോങ് മൊണാസ്ട്രിയും എവിടെയാണ്? സിക്കിമില്. കീ മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി, കർഡങ് മൊണാസ്ട്രി എവിടെയാണ്? ഹിമാചൽ പ്രദേശില്. കഴിഞ്ഞില്ല, നമ്മുടെ രത്നഗിരി മൊണാസ്ട്രി അല്ലെങ്കിൽ രത്നഗിരി മൊണാസ്ട്രി എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഒഡീഷയിലാണ് കേട്ടോ. രത്നഗിരി മൊണാസ്ട്രി എവിടെയാണ്? ഒഡീഷയില്. നമ്മുടെ ഹെമിസ് മൊണാസ്റ്ററി, അതുപോലെ തിക്സെ മൊണാസ്റ്ററി, ഇത് റീസെന്റ് ചോദിച്ചു കണ്ട മൊണാസ്ട്രി കേട്ടോ, തിക്സെ എന്ന് പറയുന്നത്. ഹെമിസ് മൊണാസ്ട്രിയും തിക്സെ മൊണാസ്ട്രിയും രണ്ടും എവിടെയാണ്? ലഡാക്കില്. അപ്പൊ മൊണാസ്ട്രീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്റ്റുഡൻസ് ഒന്ന് പഠിച്ചോണം. ഇങ്ങനെ ഓർക്കുക, അതായത് സിക്കിമിലുള്ള ലാർജസ്റ്റ് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മൊണാസ്ട്രിയാണ് റംതക് മൊണാസ്ട്രി എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഓർത്തോളുക, റംതക്കും ഫൊഡോങ്ങും എവിടെയാണ്? സിക്കിമിലാണ്. ബൈലക്കുപ്പെ മൊണാസ്ട്രിയുടെ മറ്റൊരു പേരാണ് നംഡ്രോലിംഗ് മൊണാസ്ട്രി, അതെവിടെയാണ്? കർണാടകയില്. ഹെമിസ് മൊണാസ്ട്രിയും തിക്സെ മൊണാസ്ട്രിയും എവിടെയാണ്? അത് ലഡാക്കില്. കീ മൊണാസ്ട്രി, ടാബോ മൊണാസ്ട്രി, കർഡങ് മൊണാസ്ട്രി എവിടെയാണ്? ഹിമാചൽ പ്രദേശില്. രത്നഗിരി മൊണാസ്ട്രി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഒഡീഷയിലുമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തോളുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതാ നമുക്ക് മിക്ക എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഡാൻസ് ഫോം ആണ് ചാവു ഡാൻസ് ഫോം. ഏകദേശം ഒരു 3-4 വർഷം കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഡാൻസ് ഫോമുകളിൽ ഒന്ന് തന്നെയാണ് ഈ ചാവു ഡാൻസ് ഫോം എന്ന് പറയുന്നത്. വാട്ട് മേക്സ് ചാവു എ സിൻക്രറ്റിക് ഇന്ത്യൻ ഡാൻസ് ഫോം? ചാവുവിനെ ഒരു സിൻക്രറ്റിക് ഇന്ത്യൻ ഡാൻസ് ഫോം ആയിട്ട് മാറ്റുന്നത് എന്താണ്? ഇറ്റ് കമ്പൈൻസ് ട്രൈബൽ, മാർഷ്യൽ ആൻഡ് ക്ലാസിക്കൽ ഇന്ത്യൻ എലമെന്റ്സ്. എന്തൊക്കെ ഇത് കമ്പൈൻ ചെയ്യുന്നത്? ട്രൈബൽ ഡാൻസ് ആണ്, ഇതൊരു മാർഷ്യൽ ഡാൻസ് ആണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം കേട്ടോ, എന്ത് പ്രകാരമാണ്? മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം. മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം നമ്മുടെ 9th ക്ലാസിക്കൽ ഡാൻസ് കേട്ടോ. മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം നമ്മുടെ 9th ക്ലാസിക്കൽ ഡാൻസ് കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ചാവു എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാവുവിനെ നമ്മുടെ ഈ ചാവു ഡാൻസ് ഫോമിനെ നമ്മുടെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്. ചാവു ഡാൻസ് ഫോമിനെ നമ്മുടെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുന്ന വർഷം എന്താണെന്ന് അറിയുക? 2010-ലാണ്. അപ്പൊ ചാവു എന്ന് പറയുന്നത് ട്രൈബൽ ഡാൻസ് ആണെന്ന് പറഞ്ഞു, മാർഷ്യൽ ആണ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ ഇന്ത്യൻ എലമെന്റ്സ്, ഇതിന്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം 9th ക്ലാസിക്കൽ ഡാൻസ് ആണ് ചാവു. ഈ ചാവു ഡാൻസ് ഫോമിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം അറിയുക? അത് 2010-ലാണ്. ഓക്കെ,
അപ്പൊ അങ്ങനെയാണെങ്കിൽ മെയിൻലി എത്ര ടൈപ്സ് ചാവു ആണുള്ളത്? ഓക്കെ, ഞാൻ തന്നെ നിങ്ങൾക്ക് പല ക്ലാസ്സുകളിൽ പറഞ്ഞു കേട്ടില്ലേ അല്ലേ? പുരുലിയ ചാവു, അതുപോലെ തന്നെ സറായ്ക്കല്ല ചാവു, ഇതെല്ലാം പഠിക്കേണ്ടതാണ് കേട്ടോ. പുരുലിയ ചാവു, സറായ്ക്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. ഓക്കെ, പുരുലിയ ചാവു, സറായ്ക്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. എടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും GK സബ്ജക്റ്റുകളെ സംബന്ധിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയിൽ അത് കുറച്ച് പാടാണെങ്കിലും ആ ഒരു പോർഷനിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വേണം പ്രോപ്പർലി പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർക്കുക, പുരുളിയ ചാവു, സറായ്ക്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. ചാവു മെയിൻലി 3 ടൈപ്സ്: പുരുളിയ ചാവു, സറായ്ക്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. അതില് പുരുളിയ ചാവു എവിടെയാണെന്നറിയാമോ? പുരുളിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ്. സറായ്ക്കല്ല ചാവു ആണെങ്കിൽ അത് ജാർഖണ്ഡ് ആണ് കേട്ടോ. സറായ്ക്കല്ല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, മയൂർബഞ്ച് ചാവു ആണെങ്കിൽ എവിടെയുമാണ്? ഒഡീഷയിലുമാണ്. ഓക്കെ, അപ്പൊ ചാവു എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ട്രൈബൽ, മാർഷൽ ആൻഡ് ക്ലാസിക്കൽ ഇന്ത്യൻ എലമെന്റ്സ്. ചാവുവിനെ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം 9th ക്ലാസിക്കൽ ഡാൻസ് ആണ് ചാവു. ചാവു മെയിൻലി 3 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് അറിയണം: പുരുളിയ ചാവു, സറായ്ക്കല്ല ചാവു, മയൂർബഞ്ച് ചാവു. ഇതിലെ പുരുളിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, സറായ്ക്കല്ല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, മയൂർബഞ്ച് ചാവു ആണെങ്കിൽ എവിടെയാണ്? ഒഡീഷയിലുമാണ്. ഓക്കെ, ചാവു എന്ന് പറയുന്നത് മാർഷൽ ആർട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? മാർഷൽ ആർട്ട് കൂടിയാണ് എന്തെന്ന് പറഞ്ഞു? ചാവു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുറച്ച് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുള്ള മാർഷൽ ആർട്ടുകൾ, ആയോധന കലകൾ എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് അങ്ങ് പഠിച്ചു പോവാം. അതായത് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മാർഷൽ ആർട്ട് ആണ് എന്ന് പറയുന്നത് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ മാർഷൽ ആർട്ട് ആണ് എന്ന് പറയുന്നത് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. തമിഴ്നാടിന്റെ മാർഷൽ ആർട്ട് ആണ് ഇത് സിലമ്പം കേട്ടോ. കേരളത്തിന്റെ മാർഷൽ ആർട്ട് ആണ് കളരിപ്പയറ്റ്, തമിഴ്നാടിന്റെ മാർഷൽ ആർട്ട് ആണ് എന്ന് പറയുന്നത് സിലമ്പം എന്ന് പറയുന്നത്. പഞ്ചാബിന്റെ മാർഷൽ ആർട്ട് ആണ് ഗഡ്ക എന്ന് പറയുന്നത്. തമിഴ്നാടിന്റെ മാർഷൽ ആർട്ട് സിലമ്പം, പഞ്ചാബിന്റെ മാർഷൽ ആർട്ട് ആണ് എന്ന് പറയുന്നത് ഗഡ്ക. ഉത്തരാഖണ്ഡിന്റെ മാർഷൽ ആർട്ട് ആണ് എന്ന് പറയുന്നത് ചോലിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ തമിഴ്നാടിൻ്റെതാണെങ്കിൽ സിലമ്പം, പഞ്ചാബിൻ്റെതാണെങ്കിൽ ഗഡ്ക, ഉത്തരാഖണ്ഡിന്റെ മാർഷൽ ആർട്ട് ആണ് എന്ന് പറയുന്നത് ചോലിയ എന്ന് പറയുന്നത്. ഇനി മോസ്റ്റ് റിപ്പീറ്റഡ് 2 മാർഷൽ ആർട്ടുകൾ, ആയോധന കലകൾ. മല്ലക്കാമ്പയാണെങ്കിൽ കേട്ടോ, മല്ലക്കാമ്പയാണെങ്കിൽ മധ്യപ്രദേശും, മർഡാണി ഖേൽ. മല്ലക്കാമ്പയാണെങ്കിൽ മധ്യപ്രദേശും, മർഡാണി ഖേൽ ആണെങ്കിൽ മഹാരാഷ്ട്രയുമാണ്. ഇൻബുവാൻ എന്ന് പറയുന്ന മാർഷൽ ആർട്ട് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മിസോറാമിലാണ്. അപ്പൊ തമിഴ്നാട്ടിലെ സിലമ്പം, പഞ്ചാബിൻ്റെത് ഗഡ്ക, ഉത്തരാഖണ്ഡിൻ്റെതാണെങ്കിൽ ചോലിയ, മല്ലക്കാമ്പയാണെങ്കിൽ മധ്യപ്രദേശും, മർഡാണി ഖേൽ ആണെങ്കിൽ മഹാരാഷ്ട്ര. ഇൻബുവാൻ ആണെങ്കിലോ അതെവിടെയാണ്? മിസോറാമിലാണ്. കഴിഞ്ഞില്ല, എഗെയിൻ അറിയണം നമ്മുടെ ബീഹാറിന്റെ മാർഷൽ ആർട്ട് ആണ് പാരിക്കാണ്ട. അതായത് എല്ലാ എക്സാമിന് ചോദിച്ചിട്ടുള്ള മാർഷൽ ആർട്ടുകൾ മാത്രമാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പൊ അത് സ്കിപ്പ് ചെയ്യല്ലേ, പഠിച്ചോണം കേട്ടോ. തമിഴ്നാടിന്റെ മാർഷൽ ആർട്ട് ആണ് സിലമ്പം, പഞ്ചാബിൻ്റെതാണെങ്കിൽ ഗഡ്ക, ഉത്തരാഖണ്ഡിന്റെ മാർഷൽ ആർട്ട് ചോലിയയും, മല്ലക്കാമ്പയാണെങ്കിൽ മധ്യപ്രദേശും, മർഡാണി ഖേൽ ആണെങ്കിൽ മഹാരാഷ്ട്രയുമാണ്. ഇൻബുവാൻ എവിടത്തെയാണ്? മിസോറാം. ബീഹാറിൽ നിന്നുള്ള മാർഷൽ ആർട്ട് ആണ് പാരിക്കാണ്ട. ഇനി ഇവിടെ ഓർത്തോളുക താങ്ത എന്ന് പറയുന്ന മാർഷൽ ആർട്ട് എവിടെയാണ്? അത് മണിപ്പൂരാണ്. താങ്ത എന്ന് പറയുന്ന മാർഷൽ ആർട്ട് ആണ് എവിടെയാണ്? മണിപ്പൂർ. താങ്ത എന്ന് പറയുന്ന മാർഷൽ ആർട്ട് മണിപ്പൂരാണ്. അപ്പൊ താങ്ക പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിം കേട്ടോ. താങ്ക എന്ന് പറയുന്ന മാർഷൽ ആർട്ട് എവിടെയാണ്? മണിപ്പൂർ. താങ്ക പെയിന്റിംഗ് ആണ് കേട്ടോ. താങ്ക പെയിന്റിംഗ് അതെവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമിലാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു തന്നോട്ടെ, എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. ഈ താങ്ക പെയിന്റിൽ ഡെപിക്ട് ചെയ്തിരിക്കുന്ന ലോഡ് ഏതാണ്? അല്ലെങ്കിൽ താങ്ക പെയിന്റിങ്ങിലുള്ള ആ ഒരു അല്ലെങ്കിൽ ഏത് ലോഡിന്റെ ഇമേജസ് ആണ് താങ്ക പെയിന്റിങ്ങിൽ ഉള്ളത്? അത് ലോഡ് ബുദ്ധയാണ്. ഏതാണ്? ലോഡ് ബുദ്ധ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഓർക്കുക. പറഞ്ഞതിങ്ങനെ: തമിഴ്നാട്ടിൽ നിന്ന മാർഷൽ ആർട്ടാണ് സിലമ്പം, പഞ്ചാബിൽ നിന്നാണെങ്കിൽ ഗഡ്ക,
ഉത്തരാഖണ്ഡ് ആണെങ്കിലോ ചോലിയ, മല്ലക്കാമ്പയാണെങ്കിൽ മധ്യപ്രദേശും, മർഡാനികയിലാണെങ്കിലോ മഹാരാഷ്ട്രയുമാണ്. ഇൻബുവാൻ ആണെങ്കിൽ മിസോറാം, ബീഹാർ ആണെങ്കിലോ പാരി കാണ്ട. താങ്ത എന്ന് പറയുന്നത് എവിടുത്തെ മാർഷൽ ആർട്ടാണ്? മണിപ്പൂരിലെ. അവിടുന്ന് ഓർത്തോ താങ്ക എന്ന് പറയുന്ന പെയിന്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമില്. ഓക്കെ, ഇതില് നമുക്ക് ഏത് ലോഡിന്റെ ഇമേജസ് ആണ് കാണാനായിട്ട് പറ്റുക? ലോഡ് ബുദ്ധന്റെ ഇമേജസ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന് ഇവിടെ നോക്കാലോ. ചാവു 9th ക്ലാസിക്കൽ ഡാൻസ് ആണ് മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം. ചാവു ഡാൻസ് ഫോമിനെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം 2010 ചാവു മെയിൻലി 3 ടൈപ്സ്: പുരുലിയ ചാവു, സറായ്കല്ല ചാവു, മയൂർഭഞ്ച് ചാവു. സറായ്കല്ല ചാവു ആണെങ്കിൽ ജാർഖണ്ഡ്, മയൂർഭഞ്ച് ചാവു ആണെങ്കിൽ ഒഡീഷ, പുരുലിയ ചാവു ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ. ഞാൻ വീണ്ടും പറയുന്നു, കുറെ നാളായിട്ട് ചോദിച്ചുകൊണ്ട് ഇത് ഇപ്പൊ നമ്മൾ ഈ ഒരു സീരീസിൽ 2025 ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിലോട്ട് പോവാം. 25 കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ട് 24, 23 അങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ 2025 ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഏകദേശം 2-3 വർഷം കൊണ്ട് തന്നെ ചാവു എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുമുണ്ട്. അപ്പോൾ ഈ ഫാക്റ്റുകളെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മുടെ SSC പ്രീമിയം ബാച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് സിലബസ് ഒക്കെ ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത്തരം ലൈവ് സെക്ഷൻ ആയിരിക്കും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പർലി നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡൗട്ടുകളൊക്കെ പ്രോപ്പർലി ക്ലാസ് കേൾക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. ഇനിയൊരു പക്ഷേ ലൈവ് ആ ടൈമിൽ കാണാൻ പറ്റിയില്ല എങ്കിലും കുഴപ്പമില്ല, അതിന്റെ റെക്കോർഡ് വേഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് നോട്ടുകൾ PDF ആക്കി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ഇനി ഇത് മാത്രമല്ല, അതായത് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവരെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ഓരോ വീക്കിലുമുള്ള ഷെഡ്യൂളുകൾ, ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് സൺഡേ ദിവസം നിങ്ങളെ അറിയിക്കും. ഇനി നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ഒരു മെന്റർ സപ്പോർട്ടും ആ ഗ്രൂപ്പ് വഴി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ശരിക്കും നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ 8075753676 എന്ന് പറയുന്ന നമ്പറിലോ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ: ഗൂമർ വാസ് ലിസ്റ്റഡ് എമംഗ് ടോപ്പ് ലോക്കൽ ഡാൻസേഴ്സ് ഗ്ലോബലി ഇൻ ഇയർ. ഈ ഗൂമർ ഡാൻസിനെ ലോക്കൽ ഡാൻസിന്റെ ടോപ്പിലായിട്ട് ഗ്ലോബലി ലിസ്റ്റ് ചെയ്ത വർഷം എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2013 അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഗൂമർ ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന്. ഏത് സ്റ്റേറ്റാ? രാജസ്ഥാൻ. ഗൂമർ വാസ് ലിസ്റ്റഡ് എമംഗ് ടോപ്പ് ലോക്കൽ ഡാൻസേഴ്സ് ഗ്ലോബലി ഇൻ 2013. ഏത് വർഷമാണ്? 2013. ഗൂമർ എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? രാജസ്ഥാൻ. ഗൂമർ എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണ്? രാജസ്ഥാനിലാണ്. പക്ഷേ ഗുമറ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഡീഷയിലാണ്. ഗുമറ അതെവിടെയാണ്? ഒഡീഷ. ഒരുമിച്ച് അങ്ങോട്ടോ. ഗൂമർ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? രാജസ്ഥാൻ. പക്ഷെ ഗുമറ ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് ഒഡീഷയിലാണ്. ഓക്കെ, വീണ്ടും ഇവിടുന്ന് കണക്ട് ചെയ്ത് ഓർക്കേണ്ടത് നമ്മുടെ തേരാതാളി ഡാൻസ് ഫോം. തേരാതാളി ഡാൻസ് ഫോം. ഈ തേരാതാളി ഡാൻസ് ഫോം എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനില് തേരാതാളി ഡാൻസ് ഫോം ഇരുന്നു കൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസാണ്. ഡാൻസ് പെർഫോംസ് വൈൽ സിറ്റിംഗ്. ഇരുന്നു കൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് എന്ന് പറയുന്നത് തേരാതാളി ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് ചാരി ഡാൻസും അതുപോലെ തന്നെ ചാക്രി ഡാൻസും. കൃത്യമായിട്ട് അറിയണം കേട്ടോ. ചാരി ഡാൻസും അതുപോലെ തന്നെ ചാക്രി ഡാൻസും. ഈ ചാക്രി ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കഞ്ചാർ ട്രൈബാണ്. ഇതാണ് കഞ്ചാർ ട്രൈബ്. അപ്പൊ തേരാതാളി നമ്മൾ ഇരുന്നു കൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം, ചാരി ഡാൻസും ഉണ്ട്, ചാക്രി ഡാൻസും ഉണ്ട്. ചാക്രി ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബ് ഏതാണെന്ന് അറിയണം കേട്ടോ. ഏതാണ്? കഞ്ചാർ ട്രൈബ് ആണ്. ഇനി ഗെയർ ഡാൻസ്, അതും എവിടെയാ? രാജസ്ഥാനിലാണ്. ഈ ഗെയർ ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബീൽ ആൻഡ് മീന ട്രൈബ് ആണ് കേട്ടോ. ഏതാണ്? ബീൽ ആൻഡ് മീന ട്രൈബ്. അപ്പൊ ഇങ്ങനെ ഓർക്കുക, ഗൂമർ ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാൻ. ഗൂമർ ഡാൻസിനെ ടോപ്പ് ലോക്കൽ ഡാൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013. ഗൂമർ രാജസ്ഥാനിലാണ്.
ഓർത്തോളുക, ഗുമുറ എവിടെയാണ്? അത് ഒഡീഷ. അങ്ങനെയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട രാജസ്ഥാനിലെ മറ്റ് ഡാൻസ് ഫോംസ് ആണ് തേരാ താളി ഡാൻസ് ഫോം. എവിടെയാണ്? രാജസ്ഥാൻ. ഇരുന്നു കൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണ് തേരാ താളി ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ചാരി ഡാൻസും ചാക്രി ഡാൻസും എവിടെയാണ്? രാജസ്ഥാനിൽ തന്നെ. ചാക്രി ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബ് ആണ് കഞ്ചാർ ട്രൈബ് എന്ന് പറയുന്നത്. ഗെയർ ഡാൻസും എവിടെ തന്നെയാണ്? രാജസ്ഥാനിൽ തന്നെ. ഗെയർ ഡാൻസ് പെർഫോം ചെയ്യുന്ന ട്രൈബ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീൽ ആൻഡ് മീന ട്രൈബ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഡാൻസ് ഫോം പാണ്ഡവാനി ഡാൻസ് അല്ലെങ്കിൽ പാണ്ഡവാനി പെർഫോംഡ്? ഏത് സ്റ്റേറ്റ് ആണ്? പാണ്ഡവാനി ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. പാണ്ഡവാനി ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണ്? അത് ഛത്തീസ്ഗഡ്. പാണ്ഡവാനി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? തീജൻ ബായ് കേട്ടോ. പാണ്ഡവാനി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ആരെന്ന് പറയുന്നത്? തീജൻ ബായ്. അപ്പൊ പാണ്ഡവാനി ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡ്. പാണ്ഡവാനി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ആരെന്ന് പറയുന്നത്? തീജൻ ബായി എന്ന് പറയുന്നത്. തീജൻ ബായിയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് അവാർഡുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുണ്ട്. കാരണം പത്മ അവാർഡ്സ് 3 മാർക്ക് ലഭിച്ചിട്ടുണ്ട്, തീജൻ ബായിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ആരെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ പാണ്ഡവാനി ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡ്. തീജൻ ബായ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? പാണ്ഡവാനി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. നമ്മുടെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഇത് കൂടാതെ സംഗീത നാടക അക്കാദമി അവാർഡും ആർക്ക് ലഭിക്കുന്നുണ്ട്? തീജൻ ബായിക്ക് ലഭിക്കുന്നുണ്ട്. തീജൻ ബായിക്ക് പത്മശ്രീ ലഭിക്കുന്ന വർഷമാണ് 1988. തീജൻ ബായിക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷമാണ് 1995. 1995 നമ്മുടെ ജാവ ഫൗണ്ട് ചെയ്യുന്നത്, ഇന്റർനെറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ കേട്ടോ. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇതെല്ലാം എന്നാണ്? 1995. ആ ഒരു 3 ഫാക്ട് കൂടി ഇതിന്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്ത് വെച്ചോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫാക്ടുകൾ പറഞ്ഞത് ഇങ്ങനെ. തീജൻ ബായിക്ക് പത്മശ്രീ ലഭിക്കുന്ന വർഷമാണ് 1988. 1995 ആകുമ്പോഴത്തേക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നു. 1995 എന്ന് കേൾക്കുമ്പോഴേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കേണ്ട 3 ഫാക്ടുകൾ പറഞ്ഞു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, ജാവ ഫൗണ്ട് ചെയ്യുന്നു, ഇന്റർനെറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2003. തീജൻ ബായിക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷമാണ് അത് 2019 കേട്ടോ. തീജൻ ബായിക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ് 2019. ഓർത്തോളുക, ഈ 2019 ഭൂപൻ ഹസാരികയ്ക്ക് കേട്ടോ. നമ്മൾ പറഞ്ഞ എങ്ങനെ 2019 തീജൻ ബായിക്ക് പത്മവിഭൂഷൺ ലഭിക്കണമെന്ന് പറഞ്ഞു. ഈ 2019 ഭൂപൻ ഹസാരിക ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അറിയാം? ആസാം. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഭൂപൻ ഹസാരികയ്ക്ക് ഭാരതരത്ന ലഭിക്കുന്നു. ഭൂപൻ ഹസാരികയ്ക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 2019. ഭൂപൻ ഹസാരിക അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്, അതും എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സുധകാന്ത എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞെങ്ങനെ പാണ്ഡവാനി ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഛത്തീസ്ഗഡ്. തീജൻ ബായി ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? പാണ്ഡവാനി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. തീജൻ ബായിക്ക് 1988 പത്മശ്രീയും 1995 സംഗീത നാടക അക്കാദമി അവാർഡും 2003 പത്മഭൂഷണും 2019 പത്മവിഭൂഷണും ലഭിക്കുന്നു. കണക്ട് ചെയ്ത് ഓർത്തിരുന്നോളുക, തീജൻ ബായിക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷമായ 1995 നമ്മുടെ ജാവ ഫൗണ്ട് ചെയ്യുന്നത്, ഇന്റർനെറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 2003 പത്മവിഭൂഷൺ എന്ന 2019. ഈ 2019 ആസാമിൽ നിന്നുള്ള ഭൂപൻ ഹസാരികയ്ക്ക് ഭാരതരത്ന ലഭിക്കുന്നത്. ഭൂപൻ ഹസാരികയെ തന്നെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു സുധകാന്ത എന്നുള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വിച്ച് ട്രഡീഷണൽ വിൻഡ് ഇൻസ്ട്രുമെന്റ് characterized by its ornate curved hornpipe design and ceremonial use in the folk music of ഹിമാചൽ പ്രദേശ്? അപ്പൊ ഹിമാചൽ പ്രദേശില് ഫോക്ക് മ്യൂസിക്കില് സെറിമോണിയൽ യൂസിന് ഒക്കെ ഉപയോഗിക്കുന്ന ഹോൺ പൈപ്പ് ഡിസൈൻ, നമ്മുടെ കുഴൽ വാദ്യം
കർവ്ഡ്, ഒരു കർവ് ഷേപ്പിലുള്ള കുഴൽവാദ്യം. കർവ്ഡ് ഹോൺ പൈപ്പ് ഡിസൈൻ ഇൻസ്ട്രുമെന്റ് ഏതാണ്? ട്രഡീഷണൽ വിൻഡ് ഇൻസ്ട്രുമെന്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ഓർണേറ്റ് കർവ്ഡ് ഹോൺ പൈപ്പ് ഡിസൈൻ ആൻഡ് സെറിമോണിയൽ യൂസ് ഇൻ ദ ഫോക്ക് മ്യൂസിക് ഓഫ് ഹിമാചൽ പ്രദേശ്. ഓർണേറ്റ് കർവ്ഡ് ഹോൺ പൈപ്പ് ഡിസൈൻ ആണ്. ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ നാരസിംഗയാണ് കേട്ടോ, അല്ലെങ്കിൽ നരസിംഗയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഹോൺ പൈപ്പ്, ഇതിന് ആൻസർ നാരസിംഗ. അടുത്തൊരു കാര്യം കൂടി ഓർത്തോ. ഓക്കെ, അടുത്തൊരു കാര്യം കൂടി ഓർത്തോ. ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആസാം. ആസാമിലുള്ള ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആസാം മെയ്ഡ് ഫ്രം ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആസാം മെയ്ഡ് ഫ്രം ബഫലോസ് ഹോൺ. ഓക്കെ, അപ്പൊ ആസാമിലുള്ള ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ്, അതായത് കുഴൽവാദ്യം, ബഫലോയുടെ ഹോണിൽ നിന്ന് മേഡ് ചെയ്തിരിക്കുന്ന ആസാമിലുള്ള ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പെപ്പയാണ് കേട്ടോ. പെപ്പ എപ്പോ ആസാമിലാണെന്ന് മനസ്സിലായി. ആസാമിൽ യൂസ് ചെയ്യുന്ന ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ് ആസാമിൽ തന്നെ, അതായത് ബഫലോയുടെ ഹോണിൽ നിന്ന് മേഡ് ചെയ്ത ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ്, ആസാമിലുള്ള ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ്, അതാണ് ഏത്? പെപ്പ. പെന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെന എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മണിപ്പൂരിലാണ് കേട്ടോ. പെന എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എവിടെയാണ്? മണിപ്പൂർ. അതുപോലെ തന്നെ കുവാങ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എവിടെയാണെന്ന് ചോദിക്കും. കുവാങ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് മിസോറാം ആണ് കേട്ടോ. ഇതെല്ലാം എക്സാമിന് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളുക. അതായത് നമ്മൾ പറഞ്ഞു ആസാമിലെ ഏതാണെന്ന് പറഞ്ഞു? പെപ്പയാണെന്ന് പറഞ്ഞു. പെപ്പ ആസാം ആണെങ്കിൽ പെന എവിടെയാണ്? മണിപ്പൂർ. കുവാങ് എവിടെയാണ്? അത് മിസോറാം ആണ് കേട്ടോ. മഹൂരി അതെവിടെയാണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് ഒഡീഷയാണ്. അപ്പൊ ഈ 4 ഇൻസ്ട്രുമെന്റ് ഒന്ന് ഓർത്തിരിക്കുക. പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത് നാരസിംഗ എന്ന് പറയുന്നത്. ബഫലോയുടെ ഹോണിൽ നിന്ന് മേഡ് ചെയ്ത ആസാമിലെ ഹോൺ പൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത് പെപ്പ എന്ന് പറയുന്നത്. പെപ്പ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആസാമിലാണ്. പെന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മണിപ്പൂരിലുമാണ്. കുവാങ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മിസോറാമിലാണ്. മഹൂരി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ ഒഡീഷയിലുമാണ്. ഓക്കെ, അപ്പൊ നാരസിംഗ എവിടെയാണ്? ഹിമാചൽ പ്രദേശില്. പെപ്പ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമില്. പെന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരില്. ഇനി കുവാങ് മിസോറാമും മഹൂരി എവിടെയുമാണ്? ഒഡീഷയുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ട്രഡീഷണൽ രാജസ്ഥാനി മ്യൂസിക്? രാജസ്ഥാനി മ്യൂസിക്കിന്റെ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? രാജസ്ഥാനി മ്യൂസിക് ടൈഡ് ടു നേച്ചർ, ലൈഫ് ആൻഡ് സ്റ്റോറീസ് കേട്ടോ. രാജസ്ഥാനി മ്യൂസിക് ടൈഡ് ടു നേച്ചർ, ലൈഫ് ആൻഡ് സ്റ്റോറീസ്. ഓക്കെ, അപ്പൊ രാജസ്ഥാനി മ്യൂസിക് ടൈഡ് ടു നേച്ചർ, ലൈഫ് ആൻഡ് സ്റ്റോറീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിലുള്ള മറ്റു കുറച്ച് ഫോക്ക് മ്യൂസിക്കുകളാണ്. മാണ്ട് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മോർച്ചാങ്, അതും എവിടെയാ? രാജസ്ഥാൻ. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. രാജസ്ഥാനി മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് രാജസ്ഥാനി മ്യൂസിക് ടൈഡ് ടു നേച്ചർ, ലൈഫ് ആൻഡ് സ്റ്റോറീസ്. രാജസ്ഥാനിലുള്ള മറ്റ് ഫോക്ക് മ്യൂസിക്കുകളാണ്. മാണ്ട് എവിടെയാ? മാണ്ട് രാജസ്ഥാൻ. മോർച്ചാങ്ങും എവിടെ തന്നെ? രാജസ്ഥാനിൽ തന്നെ. ലോട്ടിയ എവിടെയാണ്? രാജസ്ഥാൻ. അതുപോലെ പനിഹാരി, അതുപോലെ ബുങ്കൽ, ഇത്രയും എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പം ഇതും 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. മാണ്ട് എവിടെയാണ് ചോദിക്കും. മാണ്ട്, മോർച്ചാങ്, ലോട്ടിയ, പനിഹാരി, ബുങ്കൽ കേട്ടോ. മാണ്ട്, മോർച്ചാങ്, ലോട്ടിയ, പനിഹാരി, ബുങ്കൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പൊ രാജസ്ഥാനില് രാജസ്ഥാനി മ്യൂസിക് ടൈഡ് ടു നേച്ചർ, ലൈഫ് ആൻഡ് സ്റ്റോറീസ്. മാണ്ട്, മോർച്ചാങ് എവിടെയാണ്? രാജസ്ഥാൻ. ലോട്ടിയ അതുപോലെ തന്നെ
പനിഹാരി ബുങ്കൽ എവിടെ തന്നെയാണ്? രാജസ്ഥാനില് തന്നെ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഫേമസ് മീനാക്ഷി ടെമ്പിൾ ഇൻ മധുരൈ ഈസ് നോൺ ഫോർ വിച്ച് ആർക്കിടെക്ചറൽ ഫീച്ചർ? അപ്പൊ മീനാക്ഷി ടെമ്പിൾ നമുക്കറിയാം എവിടെയാണ്? തമിഴ്നാട്ടിലെ മധുരയിലാണ്. ഈ മീനാക്ഷി ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചുള്ളത്? കുലശേഖരയാണ്. കേട്ടോ, മീനാക്ഷി ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കുലശേഖര. ഈ മീനാക്ഷി ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ മധുരയിലാണെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലെ മധുരയിലുള്ള മീനാക്ഷി ടെമ്പിളിൽ വെച്ചിട്ടാണ് നമ്മുടെ ലോർഡ് ശിവ സുന്ദരേശ്വരർ എന്ന് പറയുന്ന ഫോമിലോട്ട് മാറിയതിനു ശേഷം പാർവതി ദേവിയെ വിവാഹം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ലോർഡ് ശിവ assumed in the form of Sundareswarar and married Parvati at the site of Meenakshi temple in Tamil Nadu. Then Meenakshi ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ ദ്രാവിഡ സ്റ്റൈൽ ആണ്. മീനാക്ഷി ടെമ്പിളിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വൈഗൈ റിവർ. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ, മീനാക്ഷി ടെമ്പിള് മെയിൻ ആയിട്ടുള്ള ഏത് ആർക്കിടെക്ചർ ഫീച്ചറിനാണ് ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഗോപുരം, ഗേറ്റ് വേ ടവേഴ്സ്, ജൈജാന്റിക് ഗോപുരത്തിന് ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ കൂടിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മീനാക്ഷി ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മീനാക്ഷി ടെമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാമിന് ചോദിച്ചിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നമ്മൾ അങ്ങ് പഠിക്കുക. മീനാക്ഷി ടെമ്പിൾ ബിൽറ്റ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കുലശേഖര. മീനാക്ഷി ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ മധുരയിലാണ്. ലോർഡ് ശിവ സുന്ദരേശ്വരർ എന്ന് പറയുന്ന ഫോമിലോട്ട് മാറിയതിനു ശേഷമാണ് സൗത്ത് ഇന്ത്യയിലെ മീനാക്ഷി ടെമ്പിളിൽ വെച്ച് പാർവതി ദേവി വിവാഹം ചെയ്തെന്ന് വിശ്വസിക്കപ്പെടുന്നത്. മീനാക്ഷി ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ദ്രാവിഡ സ്റ്റൈല്. മീനാക്ഷി ടെമ്പിളിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് വൈഗൈ റിവർ എന്ന് പറയുന്നത്. ജൈജാന്റിക് ഗോപുരത്തിന് ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? മീനാക്ഷി ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മിഷ്ടി സ്കീം. മിഷ്ടി സ്കീമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ്? അപ്പൊ മിഷ്ടി സ്കീമിന്റെ ഫുൾ ഫോം അറിയണം കേട്ടോ. മാൻഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്, മാൻഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം. കേട്ടോ, അതാണ് എന്തിന്റെ ഫുൾ ഫോം? മിഷ്ടി സ്കീമിന്റെ ഫുൾ ഫോം. 3 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്, ഇതിൽ കറക്റ്റ് ചെയ്താണ്. ഇതെല്ലാം ലേറ്റസ്റ്റ് ചോദിച്ചു കേട്ടോ. മാൻഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം. മിഷ്ടി സ്കീമിന്റെ ഫുൾ ഫോം എന്താണ്? മാൻഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം എന്നാണ് മിഷ്ടി സ്കീമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. മാൻഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം. 2023 ഫെബ്രുവരി 1 ഇത് ലോഞ്ച് ചെയ്തത് കേട്ടോ. 2023 ഫെബ്രുവരി 1 ഇത് ലോഞ്ച് ചെയ്തത്. ഇറ്റ് എയിംസ് അറ്റ് മാൻഗ്രോവ് പ്ലാന്റേഷൻ യൂസിങ് സയന്റിഫിക് മെത്തേഡ്. സയന്റിഫിക് മെത്തേഡുകളൊക്കെ യൂസ് ചെയ്ത് മാൻഗ്രോവ് പ്ലാന്റേഷൻ എന്നുള്ളതാണ് മിഷ്ടി സ്കീമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. വളരെ കറക്റ്റ്. 2023 ഫെബ്രുവരി 1 ഇത് ലോഞ്ച് ചെയ്തു. നമ്മുടെ 2023-24 ബജറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇറ്റ് അലൗസ് കൊമേഴ്സ്യൽ ലീസിംഗ് ഓഫ് മാൻഗ്രൂവ് ഫോറസ്റ്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ്. അപ്പൊ ഓർത്തോളുക, മിഷ്ടി സ്കീമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം എന്നുള്ളതാണ്. മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം എന്നുള്ളതാണ്. ശരിക്കും ഈ മാൻഗ്രൂവ് പ്ലാന്റേഷൻ സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് മാൻഗ്രൂവ് പ്ലാന്റേഷൻ ആണ് ഇത് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. 2023 ഫെബ്രുവരി 1 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2023-24 ബജറ്റിന്റെ ഭാഗമായിട്ടുമാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണേ. അപ്പൊ മിഷ്ടി സ്കീം, മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം 2023 ഫെബ്രുവരി 1 എന്ത് ചെയ്തു? ലോഞ്ച് ചെയ്തു. 23-24 ബജറ്റിന്റെ ഭാഗമായിട്ടാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് which Indian American author wrote The Namesake which was later adapted into a film? അപ്പൊ ശരിക്കും The Namesake എന്നുള്ളത് ആരുടെയാണ്? The Namesake ആരുടെയാണ്? ജുംബ ലാഹിരിയാണ് കേട്ടോ. The Namesake ആരുടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരുടെയാണ്? ജുംബ ലാഹിരി.
ഈ ജുംബ ലാഹിരിയുടെ നെയിം ആണ് എന്തെന്നറിയാമോ? നിലഞ്ജന സുദേശിന ലാഹിരി. കേട്ടോ, ജുംബ ലാഹിരിയുടെ നെയിം ആണ് നിലഞ്ജന സുദേശിന ലാഹിരി എന്ന് പറയുന്നത്. അതുകൂടി അറിയുക. ഓക്കെ, ജുംബ ലാഹിരിയുടെ നെയിം ആണ് നിലഞ്ജന സുദേശിന ലാഹിരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ജുംബ ലാഹിരിയുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോ ലാൻഡ് ആരുടെയാണ്? ജുംബ ലാഹിരിയുടെ തന്നെയാണ്. ദ ലോ ലാൻഡ്, അതുപോലെ വെയർ അബൌട്ട്സ്. കേട്ടോ, ദ ലോ ലാൻഡ്, വെയർ അബൌട്ട്സ്, ദ നെയിംസ് സേക്ക്, അതുപോലെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അൺഅക്കസ്റ്റംഡ് എർത്ത്. അൺഅക്കസ്റ്റംഡ് എർത്ത് ആരുടെയാണ്? ജുംബ ലാഹിരിയുടെയാണ്. അപ്പൊ ഏതൊക്കെയാണ്? ദ നെയിം സേക്ക്, ദ ലോ ലാൻഡ്, വെയർ അബൌട്ട്സ്, അൺഅക്കസ്റ്റംഡ് എർത്ത്. ഇതെല്ലാം ആരുടെയാണ്? ജുംബ ലാഹിരിയുടെയാണ്. ഏതൊക്കെയാ? ദ ലോ ലാൻഡ്, വെയർ അബൌട്ട്സ്, അൺഅക്കസ്റ്റംഡ് എർത്ത്, ദ നെയിം സേക്ക്. ഇതെല്ലാം ആരുടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ജുംബ ലാഹിരിയുടെയാണ്. ജുംബ ലാഹിരിയുടെയാണ് ദ ലോ ലാൻഡ്, വെയർ അബൌട്ട്സ്, അൺഅക്കസ്റ്റംഡ് എർത്ത്, ദ നെയിം സേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഇത്രയും ക്ലിയർ ആയല്ലോ. ദ നെയിം സേക്ക് ജുംബ ലാഹിരി, ദ ലോ ലാൻഡ്, വെയർ അബൌട്ട്സ്, അൺഅക്കസ്റ്റംഡ് എർത്ത്, ജുംബ ലാഹിരി. ഓക്കെ, അരുന്ധതി റോയിയുടെ 2 വർക്കുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വർക്കുകൾ ഏതൊക്കെയായിരുന്നു? മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സും മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അല്ലേ? മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, അതുപോലെ തന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, മേരി കംസ് ടു മീറ്റ് മീ. ഇത് 3 ഒന്ന് ഓർത്തേക്ക് കേട്ടോ. ഓക്കെ, മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, മേരി കംസ് ടു മീറ്റ് മീ. ആരുടെയാണ്? അരുന്ധതി റോയിയുടെ വർക്കുകളാണ്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, മേരി കംസ് ടു മീറ്റ് മീ. ഇതെല്ലാം ആരുടെ വർക്കുകളാണ്? അരുന്ധതി റോയിയുടെ വർക്കുകളാണ്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, മേരി കംസ് ടു മീറ്റ് മീ ആരുടെ വർക്കുകളാണ്? അരുന്ധതി റോയിയുടെ വർക്കുകളാണ്. കിരൺ ദേശായിയുടെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. കേട്ടോ, ഏതാണ്? ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആരുടെയാണ്? കിരൺ ദേശായിയുടെ വർക്കാണ്. ഓക്കെ, അപ്പൊ ജുംബ ലാഹിരിയുടെ പറഞ്ഞു, കിരൺ ദേശായിയുടെ പറഞ്ഞു, അരുന്ധതി റോയിയുടെ പറഞ്ഞു, ചേതൻ ഭഗത്. ഓക്കെ, ചേതൻ ഭഗത്തിന്റെ കുറച്ച് വർക്കുകൾ നോക്കാണ്ട്. ഹാഫ് ഗേൾ ഫ്രണ്ട്, ഓക്കെ, അതുപോലെ തന്നെ വൺ ഇന്ത്യൻ ഗേൾ, ടു സ്റ്റേറ്റ്സ്, ഹാഫ്, 1, 2 അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. 3 മിസ്റ്റേക്സ് ഇൻ മൈ ലൈഫ്, ഫൈവ് പോയിന്റ് someone, revolution 2020, making India awesome. ഓക്കെ, ഇത്രയും ഓർക്കുക. അതായത് ഹാഫ് ഗേൾ ഫ്രണ്ട്, 1 ഇന്ത്യൻ ഗേൾ, 2 സ്റ്റേറ്റ്സ്, 3 മിസ്റ്റേക്സ് ഇൻ മൈ ലൈഫ്, 5 പോയിന്റ് someone, റവല്യൂഷൻ 2020, മേക്കിംഗ് ഇന്ത്യ awesome. ഓക്കെ, അപ്പൊ അത്രയും ഓർക്കാമല്ലോ. ആരുടെ വർക്കുകളാണ് ഇതെല്ലാം? ചേതൻ ഭഗത്തിന്റെ വർക്കുകളാണ്. അപ്പൊ ചേതൻ ഭഗത്തിന്റെ വർക്കുകളാണ് ഹാഫ് ഗേൾ ഫ്രണ്ട്, 1 ഇന്ത്യൻ ഗേൾ, 2 സ്റ്റേറ്റ്സ്, 3 മിസ്റ്റേക്സ് ഇൻ മൈ ലൈഫ്, 5 പോയിന്റ് someone, റവല്യൂഷൻ 2020, മേക്കിംഗ് ഇന്ത്യ awesome. ഓക്കെ, അരുന്ധതി റോയുടെ വർക്കുകൾ ഓൾറെഡി പറഞ്ഞു, കിരൺ ദേശായിയുടെ വർക്കുകൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ദ നെയിം സേക്ക് ആരുടെയാ? ജുംബ ലാഹിരി. ആ പറഞ്ഞ കണക്റ്റഡ് ഫാക്റ്റുകൾ എല്ലാം അതുപോലെ തന്നെ പഠിച്ചോളുക. ഓക്കെ,
അപ്പം ഇങ്ങനെ ആയിരിക്കും ഈ ഒരു സീരീസിൽ നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും അതുമായിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സീരീസിലൂടെ പഠിക്കും. അതായത് 2026 നമ്മുടെ SSC എക്സാംസിന് സ്ട്രാറ്റജിക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.